ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓട്സ് ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ്. പിന്നെ ഇത് നമ്മൾക്ക് കറിയൊന്നും ഇല്ലാതെ വെറുതെ കഴിക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, ചേരുവകളൊക്കെ വളരെ കുറവാണ്. ഇത് ആർക്ക് വേണമെങ്കിലും കഴിക്കാം, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് ഓട്സ് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റൻറ്റ് ഓട്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഓട്സ് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ ഓട്സ് നല്ലതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിൽ 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കുക. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കാം. മുട്ടയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കുഴമ്പ് രൂപത്തിലാക്കി കലക്കിയെടുക്കാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇപ്പോൾ പാല് ചേർത്ത് ഓട്സ് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട്. മുട്ടയും പാലും പൊടിച്ചെടുത്ത ഓട്സുമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 85 ഗ്രാം യോഗേർട്ടാണ് ചേർക്കുന്നത്. ഞാൻ ചേർത്തത് ഗ്രീക്ക് യോഗേർട്ടാണ്. ഇത് 85 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. അതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപ്പ് വേണ്ടവർക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു തവയോ അല്ലെങ്കിൽ ഫ്രൈങ് പാനോ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് കൂടുതലുള്ള എണ്ണ ഒന്ന് ഒപ്പിക്കളയാം. എണ്ണ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ പകുതി ഒഴിച്ചു കൊടുക്കാം. ഈ ബാറ്റർ കൊണ്ട് നമുക്ക് ഏകദേശം 2 പാൻ കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ബാറ്ററിൻ്റെ ഏകദേശം പകുതിയോളം നമുക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പതിയെ ഒന്ന് പരത്തി കൊടുക്കാം. ദോശ പരത്തുന്നത് പോലെ പരത്തരുത്, കുറച്ച് കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. നല്ല ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറിച്ചിടാം. ലോ ഫ്ലെയിമിലാണ് ഈ സമയത്ത് കുക്ക് ചെയ്യേണ്ടത്. 2 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിത് മോസറല്ല ചീസ് ആണ് ചേർക്കുന്നത്. പിസ്സയിലൊക്കെ ചേർക്കുന്ന ചീസില്ലേ, അതാണ് ഞാൻ ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർക്കുന്നത്. ചീസ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഇനി കുറച്ച് കോറിയാണ്ടർ ലീവ്സ് പൊടി പോലെ അരിഞ്ഞ് മീതയിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഉപ്പും കുറേശ്ശെ വേണമെങ്കിൽ തൂവി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നടുവിൽ നിന്ന് ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഉരുകിയ ചീസിൽ ഇത് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കുക ഒരു സൈഡ്. അതിനുശേഷം തിരിച്ചിട്ട് ആ സൈഡ് 1 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. ഈ ചീസിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവണം. അതിനുശേഷം നമുക്കിത് പാനിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കിയ ബാറ്റർ കൊണ്ട് 2 ഓട്സ് പാൻ കേക്ക് ഉണ്ടാക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ ചീസും
മല്ലിയില പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നടുവിൽ നിന്ന് മടക്കിയെടുക്കാം. ഉപ്പും കുരുമുളകൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഇഷ്ടമുള്ളവർക്ക് ചില്ലി ഫ്ലേക്സ് ഒക്കെ വേണമെങ്കിൽ തൂവി കൊടുക്കാം. അതിനുശേഷം പാൻ കേക്കിൻ്റെ 2 സൈഡും ഓരോ മിനിറ്റ് വീതം ഉരുകിയ ചീസിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. 2 സൈഡും നല്ലതുപോലെ മുരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഓട്സ് പാൻ കേക്കും റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാം. പിന്നെ ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതെ കഴിക്കാം. വളരെ തിരക്കുള്ള ദിവസങ്ങളിൽ രാവിലെ എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതിയാകും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കറിയൊന്നും ഇല്ലാതെ കഴിക്കാം. അരിയാഹാരവും ഗോതമ്പാഹാരവും കഴിക്കാൻ പാടില്ലാത്തവർക്ക് വളരെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. നല്ലൊരു വെയിറ്റ് ലോസ് റെസിപ്പിയും കൂടിയാണ്. സാധാരണ കുട്ടികൾ പിസ്സയൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഓട്സ് കൊണ്ട് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പിസ്സയേക്കാൾ വളരെ ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.